Good morning, students. So yesterday we studied about the first three criteria of decision under uncertainty. So what was it? What first one was maximum, then minimax, then maximax. Now the mini-min criterion. Okay, mini-min criterion. So in mini-min, what do you have to consider? We have two minimum. So first select the second minimum, and among that minimum select again a minimum value. Okay, so among A1, whose minimum here? It is minus 80. A2, the minimum is what? Minus 60. A3 is what? Minus 20. ഇതിലെ ഏറ്റവും മിനിമം ഏതാ? അതാണ് മിനിമം ക്രൈറ്റീരിയ. ഇതിലെ ഏറ്റവും മിനിമം ഏതാ? The first one, minus 80. That belongs to which act? It is A1. So we will select, our decision will be of selecting A1 action. Is it clear? Okay. So our fifth criteria is about Laplace criterion. So far what you studied about the four criterion was from the question or from the title itself, it's clear what you have to do there, isn't it? That is whether you have to select the maximum of maximum or minimum of maximum or minimum of minimum. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഇറ്റ്സ് ക്ലിയർ. ബട്ട് ഇൻ ദിസ് ക്രൈറ്റീരിയ ഇറ്റ്സ് നത്തിങ് മെൻഷൻ, isn't it? ലാപ്ലേസ് എന്നുള്ളൊരു സയൻറ്റിസ്റ്റ് നെയിമാണ്, സോറി സ്റ്റാറ്റിസ്റ്റീഷ്യൻ നെയിം ഇസ് ഗിവൻ ദ ലാപ്ലേസ് എന്നുള്ളത്. So in this method, it is all about taking the average. Okay, how many events are here? State of nature എത്രണ്ണം ഉണ്ട്? മൂന്നെണ്ണം അല്ലെങ്കിൽ events. Okay, 3 events are there. All the 3 events have different actions, right? അപ്പോൾ 3 events ആണുള്ളത്. So what you have to do here is you have to consider the average. അപ്പോൾ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you must take the average of A1. എന്താ പറയുക? 20 plus 25 plus 30 divided by 3. എത്ര വരും? 20 plus 30 50, 50 plus 75 by 3. What it is? It is 25. Is it clear? 25 കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്തെടുക്കും? A2. സെയിം വേ A2യുടെ ആവറേജ് എടുക്കാം. സപ്പോസ് വി ഹാവ് 4 ഇവൻറ്റ്സ് ഡിവൈഡ് ബൈ 4. അങ്ങനെയല്ലേ നമ്മൾ ആവറേജ് ചെയ്യണം. ഇവിടെ 4 ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ 4 കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 4 സാധാരണ ആവറേജ് ചെയ്യണമല്ലോ. A2 എന്ത് വരും? A2ൻ്റെ എല്ലാ കോളത്തിലുള്ള എല്ലാം കൂടി ആഡ് ചെയ്യും. 12 plus 15 plus 20 divided by 3, that is 27 plus 20, that is 47 by 3. 47 by 3 എന്ന് പറയുമ്പോൾ 1 5 15 20 20 എന്ന് പറയുമ്പോൾ 15.66. okay, 15.6. next is A3. The last column, that is 25 plus 30 plus 22 divided by 3. എത്രയാ വരാ? 25 plus 30, it is 55. 55 plus 22, it is 77. So 77 by 3. Again divide by 3. 2, it is 15. 25.66 number. Is it clear? എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെ ചെയ്തതിന് ആവറേജ്? നൗ യു ഹാവ് ടു സെലക്ട് എ ഡിസിഷൻ, റൈറ്റ്? ഏതാ വേണ്ടതെന്ന് അറിയണ്ടേ? അപ്പം അതിന് നമ്മൾ എന്താ എടുത്തത്? ആവറേജ്. ഇനി ഈ കിട്ടിയ 3 ആവറേജിൽ നിന്നും ആരെ എടുക്കാൻ പോകുന്നതെന്നറിയോ? യെസ്, വി ആർ ഗോയിങ് ടു സെലക്ട് ദ മാക്സിമം. അപ്പോൾ ലാപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആവറേജിൻ്റെ മാക്സിമം. ഓക്കെ, ആവറേജിൻ്റെ മാക്സിമം എടുക്കുക. അല്ലെങ്കിൽ മാക്സ് ആവറേജ് എന്ന് പറഞ്ഞിട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് മാക്സ് ആവറേജ് എന്ന് പറഞ്ഞിട്ടോ. ആവറേജ് ഇപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ മാക്സിമം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഏതാ? 25, 15.6, 25.6, which is the third one, isn't it? That is 25.6 belongs to which category? A3. So A3 is your decision. Is it clear? Okay. Okay, students. So our last criteria is Hurwitz's alpha criterion. So I took the same example what we did for Laplace also. But ഇവിടെയും it's nothing mentioned in the title, right? ഒന്നുമില്ല. ഒരു ഹർവിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ നെയിം മാത്രമേ തന്നിട്ടുള്ളൂ. സോ വി ഡോണ്ട് നോ വെദർ വി ഹാവ് ടു ടേക്ക് മാക്സിമം മിനിമം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആവറേജ് ആയിരുന്നു ലാപ്ലേസിൽ എടുത്തത്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. വേറെ ഒന്നുമില്ല ഡൗട്ട്. വി ഹാവ് ടു കൺസിഡർ ദിസ് ആൽഫ വാല്യൂ. ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ആൽഫ സിമ്പിൾ എങ്ങനെയാണെന്ന് അറിയോ? ദിസ് ഇസ് ആൽഫ. ഓക്കെ, ഇൻഫിനിറ്റി പോലെ നമുക്ക് തോന്നും. ആൽഫ വാല്യൂ ഇസ് ലൈസ് ബിറ്റ്വീൻ. ആൽഫ വാല്യൂ ആക്ച്വലി ലൈസ് ബിറ്റ്വീൻ 0 to 1. 0ൻ്റെയും 1ൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് ആൽഫ വാല്യൂ. 1ൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഹിയർ ഇസ്, നമ്മൾ ഈ ആൽഫ എന്നുള്ള വാല്യൂ വി കൺസിഡർ ഇറ്റ് ആസ് 0.6. ഓക്കെ, 0.6 ആയിട്ട് എടുക്കും. ആൻഡ് ദർ വി അപ്ലൈ എ ഫോർമുല നോൺ ആസ് mi ആൽഫ mi പ്ലസ് 1 മൈനസ് ആൽഫ സ്മോൾ mi. എന്താണ് ഈ ക്യാപിറ്റൽ എം ഐ ആൻഡ് സ്മോൾ എം ഐ എന്നുള്ളത് അറിയാവോ?
ക്യാപിറ്റൽ NI എന്ന് പറയുന്നത് മാക്സിമം പേ ഓഫ്. മാക്സിമം പേ ഓഫ് എന്ന് വെച്ചാൽ ഒരു ആക്ടിലെ ഏറ്റവും മാക്സിമം എടുക്കുന്നു. സ്മോൾ m എന്ന് പറയുന്നത് മിനിമം പേ ഓഫ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വലുതല്ലേ, അപ്പൊ മിനിമം പേ ഓഫ് ആൻഡ് മാക്സിമം പേ ഓഫ് എന്ന് എടുത്തു. ഇനി ആൽഫ എന്താന്ന് പറഞ്ഞത് 0.6. സോ വാട്ട് ഹാപ്പൻസ് ടു 1 മൈനസ് ആൽഫ? 1 മൈനസ് 0.6. 1 മൈനസ് 0.6. ആൽഫ ഇസ് 0.6. 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.6 എത്രയാ? ഇറ്റ് ഇസ് 0.4. അല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണോ? 1 നിന്ന് 0.6 കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.4 ആണ് അണ്ടർസ്റ്റുഡ് അല്ലേ? അതായത് നമ്മൾ ഈക്വൽ അല്ല കൊടുക്കുന്നത്, മിനിമത്തിന് കുറവും മാക്സിമത്തിന് കൂടുതലുമാണ്. സോ 0.6 ഫോർ ആൽഫ. 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? 0.4 എന്നും പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി വി ഹാവ് ടു കൺസിഡർ ഇൻ ഈച്ച് ആക്ട്, ഓരോ ആക്ടിലും മാക്സിമം എടുക്കണം, മിനിമം എടുക്കണം. അപ്പൊ A1ല് മാക്സിമം എം എന്താന്ന് നോക്കാം. എം ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ M1 എടുക്കാം അല്ലെ? A1 അല്ലേ? M1 മാക്സിമം എന്താ? 20, 25, 30ലെ മാക്സിമം എന്താ? ഇറ്റ് ഇസ് 30. ഓക്കെ, ഇനി സ്മോൾ m1 എന്ത് വരും? അപ്പോൾ മിനിമം അല്ലെ? മിനിമം ഇൻ 20, 25, 30 ഇറ്റ് ഇസ് 20. Now you can apply the decision formula D. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫോർമുല? ഇറ്റ് ഇസ് ആൽഫ M1 പ്ലസ് 1 മൈനസ് ആൽഫ സ്മോൾ m1. അതായത് ആൽഫ എത്രയാ? 0.6. ക്യാപിറ്റൽ M1 എത്രയാ? 30 പ്ലസ് 1 മൈനസ് ആൽഫ എത്രയാ? 0.4. സ്മോൾ m1 എത്രയാ? 20. ഓക്കെ, സോ 0.6 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 1.8 അല്ലേ? സോറി 18. 1.8 അല്ല 18 പ്ലസ് 0.4 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 82. സോ ദാറ്റ് യുവർ ആൻസർ ഇസ് 18 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 26. ഇസ് ഇറ്റ് ക്ലിയർ? സെക്കൻഡ് അതേപോലെ തന്നെ വി ക്യാൻ കൺസിഡർ A2. A2 എന്ത് വരും നോക്കാം. A2 the capital M1 and small m1, it's not M1, M2. A2ലെ M2 the maximum 12, 15, 20ലെ maximum is 20. Small m2 small m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minimum 12, 15, 20ലെ minimum വരാ 12. Again you can apply the decision D is equal to alpha capital M2 plus 1 minus alpha small m2. വേണ്ട, സെക്കൻഡ് ഡിസിഷൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾ D1 ഉം D2 എന്നും പറഞ്ഞിട്ടോ, അപ്പോൾ ക്ലിയർ ആയില്ലേ? വാട്ട് ഇസ് യുവർ ആൽഫ? 0.6. M2 എത്ര കിട്ടി? 20. 1 മൈനസ് ആൽഫ എത്രയാ? 0.4. സ്മോൾ m2 എന്താ? 12. സോ ആൻസർ ഇസ് 12 പ്ലസ് 4.8. That is what? 16.8 is your result. Okay. Now the last A3 capital M1 is 25, 30, 22. 30 is M1, not M1, it is M3. Then small m3 is minimum of A3. 25, 30, 22 minimum 22. Is it clear? Formula apply ചെയ്യാം. D3 is equal to alpha m3 plus 1 minus alpha small m3. That is 0.6. M3 is what? 30 plus 0.4 into 22. That is 18 plus 22 into 4 it is 88, right? So 8.8. How much? 26.8. So we have three values, that is 26, 16.8 and 26.8. Laplace la nammal endha cheyda? Average kandittu maximum eduthu. Ivide the same thing. After finding using this formula we have calculate all the decisions. There you have to select the maximum. But 26 in the D1 is your 26, D2 is 16.8 and D3 is what? 26.8. Among the three, which was maximum? 26.8. So 26.8 is the selected one. That means we choose A3 decision. Okay? Decision എടുക്കുന്നത് A3 ആയിരിക്കും. So it's clear. 6 type criteria okay ആയ പിള്ളേരെ നിങ്ങൾക്ക് very easy. ഇതൊരു 15 marks ആയിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. Or otherwise ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഒരു എസ്സേ ആയിട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈറ്റീരിയ എന്ന് ചോദിക്കുവാണെങ്കിൽ യു ക്യാൻ സിംപ്ലി ഇമാജിൻ ആയിട്ട് ഇതുപോലെ ഒരു മെട്രിക്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം 6 എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് നെസസറി ദേ ഹാവ് ടു ഗിവ് വൺ പ്രോബ്ലം ഹിയർ. നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ഒരു മെട്രിക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മിനിമം മാക്സിമം ഒക്കെ എഴുതിയാൽ പോരെ, വേറെ ഒന്നുകൂടെ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ആൽഫ എപ്പോഴും 0.6 ആയിരിക്കും, അതെപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.